അപ്പോൾ എല്ലാ ചങ്ങാതിമാർക്കും നമ്മുടെ ചാനലിൻ്റെ മറ്റൊരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ടൈറ്റിലും കണ്ട പോലെ തന്നെ സ്പിന്നിങ് വീഡിയോ ആണ്. അതുപോലെ തന്നെ നമുക്കിപ്പോൾ നോക്കുകയാണെങ്കിൽ ഇൻസാഗിൻ്റെ ഒരു സെലക്ഷൻ കോൺട്രാക്റ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ എന്തായാലും എടുക്കാൻ പോകുന്ന ഇൻസാഗി തന്നെയാണ്. അപ്പോൾ നിങ്ങൾ ഏത് പ്ലെയറിനാണ് എടുത്തതെന്നൊന്ന് കമൻറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ സ്പിൻ ചെയ്തിട്ട് എനിക്ക് ആരും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. എന്തായാലും കൊണാമി നമ്മളെ മൂഞ്ചിക്കലാണ്. നമ്മൾ എത്ര സ്പിൻ ചെയ്തിട്ട് നമുക്കൊന്നും തരുന്നില്ല. സോ നമ്മൾ സ്പിൻ ചെയ്തിട്ട് നമുക്ക് ഒരു പ്ലെയറിന് പോലും കിട്ടിയിട്ടില്ല. അപ്പോൾ നമ്മൾ noob to pro ജേണിയുടെ പാർട്ട് 3 വീഡിയോ ആണിത്. അപ്പോൾ നമുക്ക് എന്തായാലും ഒരു സെലക്ഷൻ കോൺട്രാക്റ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ക്ലെയിം ചെയ്തിട്ട് നമുക്ക് നമ്മളെ പ്ലെയറിനെ എടുക്കാം. അപ്പോൾ നിങ്ങൾ ഏത് പ്ലെയറിനാണ് എടുത്തതെന്ന് കമൻറ്റ് ചെയ്ത് വെച്ചേക്കാം. അപ്പോൾ ഇൻസാഗിന് എടുത്തവരുണ്ടെങ്കിലും കമൻറ്റ് ചെയ്യാം. അപ്പോൾ എങ്ങനെയുണ്ട് കളിപ്പിച്ച് നോക്കിയവരും കമൻറ്റ് ചെയ്യാം പെർഫോമൻസ്. അപ്പോൾ നമുക്ക് സ്പിൻ ചെയ്തിട്ട് ആരും കിട്ടിയിട്ടില്ല, അത് കുഴപ്പമില്ല. നമുക്ക് എന്തായാലും ഇൻസാഗിനെ തന്നെ നമുക്ക് സെലക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും 2 CFൻ്റെ ഇനി ആവശ്യമുണ്ട്. പിന്നെ ഇൻസാഗിനെ എടുക്കുമ്പോൾ നമുക്ക് എന്തായാലും ഒരു CF കോംബോയും കൂടി ആയിട്ടുണ്ട്. ഏകദേശം നമ്മളെ സ്ക്വാഡ് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ അറ്റാക്കിങ് ഏകദേശം പക്കയായിട്ടുണ്ട്. ഞാൻ എന്തായാലും ഈ ഒരു ട്രഷർ ലിങ്കും കാര്യങ്ങളൊക്കെ മൊത്തമായിട്ട് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ഈ ഒരു ട്രഷർ ലിങ്ക് എന്തായാലും കിട്ടിയ ഫ്രീ സ്പിൻ എന്തായാലും ചെയ്ത് നോക്കാം. അതിന് മുമ്പേ ഞാൻ കുറച്ച് ഫ്രീ സ്പിൻ ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷേ റെക്കോർഡ് ചെയ്യാൻ മറന്നുപോയി. അപ്പോൾ നമ്മൾ ഇപ്പോൾ നമ്മളെ കയ്യിലുള്ളത് വെച്ചാൽ 34 സ്പിൻസാണ്. അതുകൊണ്ട് ഒരു റൗളിൻ്റെ സ്പിൻ നമുക്ക് ഇതും ചെയ്ത് നോക്കാം. ഓക്കെ, കിട്ടുമോ നോക്കാം. റൗൾ അടിച്ചിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നമ്മളെ അക്കൗണ്ടിലേക്ക് ഒരപ്പിക്കും കൂടി വന്നിട്ടുണ്ട്. റൗളാണ്. ഓക്കെ, നമുക്ക് എന്തായാലും AMFും കളിപ്പിക്കുക, SS പിന്നെ CFും കളിപ്പിക്കുക തോന്നുന്നു. അപ്പോൾ നമുക്ക് എന്തായാലും ഈ ഒരു പാക്ക് എന്തായാലും നമ്മളെ ടാർഗറ്റ് മത്യൂസും പിന്നെ ആ ടോപ്പിൽ കിടക്കുന്ന കാർഡ്സാണ് നമ്മളെ ടാർഗറ്റ് മത്യൂസും ചില്ലിനെയും. ഓക്കെ, നമുക്ക് എന്തായാലും ഫസ്റ്റ് സ്പിന്ന് അടുപ്പിച്ച് നോക്കാം. ഓക്കെ, കിട്ടുമോക്കാം. ഓക്കെ, എന്തായാലും അടിച്ചിട്ടില്ല. ഒരു പ്ലെയറിനെങ്കിലും തരാതിരിക്കില്ല എന്ന് പ്രതീക്ഷിക്കാം. പക്ഷേ എൻ്റെ മെയിൻ അക്കൗണ്ടിൽ സ്പിൻ ചെയ്തപ്പോൾ എനിക്ക് ആരും കിട്ടിയിട്ടില്ല. സോ ഓക്കെ, നമുക്ക് എന്തായാലും അടുത്ത സ്പിന്നും ചെയ്യാം. ഓക്കെ, ആരെയും കിട്ടുമോ നോക്കാം. ഇതിലും തന്നില്ല. ഇനി നമ്മളെ കയ്യിൽ 14 സ്പിന്നും കൂടി ബാക്കിയുണ്ട്. ഓക്കെ, ഒരു പ്ലെയറിനെങ്കിലും തന്നാൽ മതി. ഓക്കെ, നമുക്ക് എന്തായാലും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ടാപ്പ് ചെയ്തിട്ട് കുറേ ഹൈലൈറ്റ് കാർഡ്സ് നമുക്ക് തന്നിട്ടുണ്ട് ഇപ്പോൾ. ഓക്കെ, മത്യൂസാണ് ടാർഗറ്റ്, പിന്നെ ചില്ലിനി. ഓക്കെ, ഇവരൊക്കെ നമുക്ക് ടാപ്പ് ചെയ്തിട്ട് സ്പിൻ ചെയ്ത് നോക്കാം. ഓക്കെ, നമുക്ക് എന്തായാലും അടുത്ത സ്പിന്നും കൂടി കൊടുക്കാം. ഓക്കെ, ഒരാളെങ്കിലും കിട്ടുന്ന പ്രതീക്ഷയുണ്ട്. ഓക്കെ, ചെയ്ത് നോക്കാം. ഓക്കെ, എപ്പിക്ക് അടിച്ചിട്ടുണ്ട്. CB മറ്റേ ആനിമേഷനാണ്. ഓക്കെ, നമുക്ക് ആരെ കിട്ടും നോക്കാം. എന്തായാലും ഒന്നെങ്കിലും അടിച്ചല്ലോ, സന്തോഷം. അല്ലെങ്കിൽ നമ്മളെ അറിയാലോ എത്ര സ്പിൻ ചെയ്തിട്ടും കിട്ടാത്തതാണ്. സോ ആരാ നോക്കാം. ഓക്കെ, ഇത് മത്യൂസാണെന്നാണ് തോന്നുന്നത്. ഓക്കെ, മത്യൂസാണ്. ഓക്കെ, ഒരു പ്ലെയറിനെങ്കിലും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു AMFും കൂടി ആയിട്ടുണ്ട്. അതുപോലെ തന്നെ DMFും കളിപ്പിക്കുക, CMFും മത്യൂസിനെ കളിപ്പിക്കാം. ഇനി 4 സ്പിന്നും കൂടി ഉണ്ട്. അപ്പം നമുക്കതും ചെയ്യാം. ഇത് കിട്ടാൻ ചാൻസ് ഇല്ല. ഓക്കെ, നമുക്ക് എന്തായാലും ചെയ്ത് നോക്കാം. ഓക്കെ, ഒരു ഹൈലൈറ്റ് കാർഡാണ്, അല്ല ഫ്യൂച്ചേർഡ് കാർഡാണ് കിട്ടിയിട്ടില്ല. അപ്പോൾ ഇപ്പോൾ നമ്മൾ സ്ക്വാഡ് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം അറ്റാക്കിങ് എന്തായാലും സെറ്റായിട്ടുണ്ട്. 2 CF ആയിട്ടുണ്ട്, AMF ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു CMF നമ്മളെ സ്കോൾസും കൂടിയുണ്ട്. ഇനിയൊരു DMFും അതുപോലെ തന്നെ സെൻട്രൽ പാക്സും പിന്നെ ഒരു GKയും കൂടിയാണ് വേണ്ടത്. അപ്പോൾ ഇതെല്ലാം നമുക്ക് എന്തായാലും സെറ്റാക്കി എടുക്കണം. ഓക്കെ, നമുക്ക് എന്തായാലും കോയിനൊക്കെ സേവ് ചെയ്ത് ലാസ്റ്റൊക്കെ ഇങ്ങനെ സ്പിൻ ചെയ്ത് പ്ലേയേഴ്സിനെ ഇനിയും നമുക്ക് ഈ ഒരു അക്കൗണ്ടിലേക്ക് ആഡ് ആക്കണം. അതുപോലെ തന്നെ ഈ ഒരു അക്കൗണ്ടിൽ ഡിവിഷൻ കൂടി പുഷ് ആക്കണമെന്ന് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യാം. കാരണം നമ്മൾ അക്കൗണ്ട് മാത്രം ആക്കിയിട്ട് കാര്യമില്ലല്ലോ, നമുക്ക് ബാക്കിയും കൂടി റാങ്ക് പുഷ് ചെയ്യണം. ഓക്കെ, റാങ്ക് പുഷ് ചെയ്യുന്ന വീഡിയോസ് വേണമെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ അത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, പിന്നെ എന്തെങ്കിലും കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ശരി.